أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം നാം ഏവരെയും ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 233 അൽ ബഖറയിലെ 6-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലുള്ളത്. അൽ ബഖറ സൂറത്ത് മുഴുവൻ മദനിയാണ്, മദീനയിൽ അവതരിച്ച സൂറത്താണ്. ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ ഒറ്റവാക്ക് അർത്ഥവും ആശയവും പറയാം. എടുക്കുന്ന ആയത്തുകളുടെ എല്ലാം 6-ാമത്തെ ആയത്താണ് ഇപ്പോൾ എടുക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. 2 ആയത്തുകളാണ് ഞാനിപ്പോൾ ഓതിയത്. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിസാലത്തിനെ തള്ളിപ്പറയുകയും ചെയ്ത ആളുകൾ, അവരാണ് കാഫിറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. അവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അത് അംഗീകരിക്കാതിരിക്കും. പിന്നെ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന ഖുർആനിനെ അവർ നിഷേധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. ആ അന്തർത്ഥവും, നീ അവരെ, നബിയോട് പറയാണ്, നിങ്ങൾ അവരെ ഇൻദാർ ചെയ്യട്ടെ, അം ലം തുൻദിറുഹും, അല്ലെങ്കിൽ അവരെ ഇൻദാർ ചെയ്യാതിരിക്കട്ടെ. ഇൻദാർ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുക, മുന്നറിയിപ്പ് കൊടുക്കുക. അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് അള്ളാഹുവിന് ദീനുൽ ഇസ്ലാമിൽ നിങ്ങൾ വിശ്വസിക്കുകയും ശരിയായ മുസ്ലിം മുഅ്മിനായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യണം എന്നുള്ള ഇൻദാർ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, ഒരു കാര്യമില്ല. ലാ യുമിനൂൻ, അവർ വിശ്വസിക്കൂല. ഇന്നല്ലദീന കഫറു, അതിൽ കൂടി പറയാം, ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വാസമില്ല, നബിയുടെ റിസാലത്തിനെ സംബന്ധിച്ച്, പ്രവാചകത്വത്തെ സംബന്ധിച്ച് വിശ്വാസമില്ല, അതിനെല്ലാം തള്ളിപ്പറയാം. അങ്ങനെയുള്ള ആളുകൾ സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. അന്തർത്ഥവും, നിങ്ങൾ അവരെ താക്കീത് ചെയ്യട്ടെ, അന്തം തുന്തിരും, അല്ലെങ്കിൽ താക്കീത് ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകട്ടെ, നൽകാതിരിക്കട്ടെ. ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇതിൻ്റെ തഫ്സീർ വായിക്കാം. ഞാൻ തഫ്സീർ അവലംബിക്കുന്ന തഫ്സീർ സഫുവയാണ്. ഈ സഫുവ എന്ന് പറഞ്ഞാൽ പുതിയൊരു തഫ്സീറാണ്. എന്ന് പറഞ്ഞാൽ പഴയ ബൈബിൾ, പിന്നെ ഇബ്നു കസീർ പോലെയുള്ള പഴയ തഫ്സീറിൻ്റെ അത്ര പഴക്കമൊന്നുമില്ല. സഫുവ എല്ലാവർക്കും അറിയുന്ന തഫ്സീറാണ്. സഫുവയ്ക്കൊരു പ്രത്യേകത, 25ഓളം പ്രധാനപ്പെട്ട തഫ്സീറുകളുടെ നിന്ന് നഖ്തിലാണ് ഇതിൽ ഒക്കെ ഉള്ളത്, ഈ സഫുവയിലുള്ളത്. അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. റാസി, ഇബ്നു കസീർ, പിന്നെ
കുറേ തഫ്സീറുകളുണ്ട്. 125 തഫ്സീറുകൾ, പ്രധാനപ്പെട്ട തഫ്സീറുകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് നഖലാണ് ഈ തഫ്സീറുകളിലെല്ലാം ഈ തഫ്സീറുകളിൽ ഉള്ളത്. സഫുഹത്തു തഫാസീർ എന്നാണ് ഈ തഫ്സീറിന്റെ പേര്. ഞാൻ അവലംബിക്കുന്ന തഫ്സീർ അതാണ്. അതുകൊണ്ട് തഫ്സീർ വായിക്കും. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന ജഹദൂ ബിആയാത്തില്ലാഹി വകദബൂ റിസാലത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുകയും റസൂലിന്റെ പ്രവാചകത്വത്തെ കളവാക്കി തള്ളിപ്പറയുകയും ചെയ്യുന്നവര് അവരുടെ മേൽ സമമാണ്. എത്തിസാവാ എന്തോ ഹദ്ദർതഹും യാ മുഹമ്മദ് മിൻ അദാബില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് പ്രവാചകരെ അവർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകട്ടെ. അംലം ഹബ്ബഫ്തഹും അംലം തുഹദ്ദിറുഹും, അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കട്ടെ. അവര് നിങ്ങൾ കൊണ്ടുവന്നതിനെ അവർ വാസ്തവമാക്കുകയും അംഗീകരിക്കുകയില്ല. ആയതുകൊണ്ട് പുരാ തത്വമായിട്ട് ഈമാനിയും അവരുടെ ഈമാൻ കൈക്കൊള്ളുന്നതിൽ നിങ്ങളുടെ ആഗ്രഹം വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കണ്ട എന്ന റസൂലുള്ളാഹി പറയാം. അസ്റാത്തിൻ നബിയാദ തസ്രിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വസിപ്പിക്കലുണ്ട്. തന്റെ ജനങ്ങൾ നബിയെ കളവാക്കുക, തള്ളിപ്പറയുക, ഇതിനെ സംബന്ധിച്ച് നബിയെ ഒരു ആശ്വസിപ്പിക്കലുണ്ട്. അതുകൊണ്ട് നബി ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട എന്നുള്ള ഉദ്ദേശമാണ് ഇതിലുള്ളത്. അവരെ എന്തെന്നെ ചെയ്താലും അവർ വിശ്വസിക്കുന്നവരല്ല എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. അതിന് കാരണം പയ്യനത്താര അല്പില്ല ഫീ സബബി ആദമിൽ ഈമാനി ഫഖാൽ. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണത്തിൽ എന്നുള്ള ആ കാരണം എന്താണെന്ന് അല്ലാഹു തആല പറയാണ്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തും വലഹും അദാബുൻ അദീം. ഖത്തമല്ലാഹു, അല്ലാഹു സീൽ വെച്ചിട്ടുണ്ട്. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സീല് വെച്ച പോലെ ആയിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു വീടിന് സീല് വെച്ചു എന്നൊക്കെ, ആ വീട് ജപ്തി ചെയ്ത വീടാണ്, അതിന് സീല് വെക്കാന്ന് പറയും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും തുറക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന്റെ ഉപയോഗം നടക്കുകയില്ല. അതുപോലെ ഹൃദയത്തിന് സീല് വെച്ചാൽ പിന്നെ ഹൃദയത്തിന്റെ ഉപയോഗം അത് നടക്കില്ല. അല്ലാഹു സീല് വെച്ച് കഴിഞ്ഞാൽ അത് അടച്ചു കഴിഞ്ഞിരിക്കും. അതാ പറഞ്ഞ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീല് വെച്ചു. വാല സമഹിം, അവരുടെ കേൾവികൾക്ക്, വാല അബ്സാരിയും, അവരുടെ കാഴ്ചകൾക്കും ദേശാവത്തിനൊരു മൂടിയുണ്ട്, മൂടി ഇട്ട് കഴിഞ്ഞു. വലഹും അദാബുൻ അദീം, അവർക്ക് വമ്പിച്ച ശിക്ഷയാണുള്ളത്. ഖത്തമ തഗ്തിയത്ത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം തന്നെ. അന്നൽ ഖുലൂബ് ഇദാ കസുറത്ത് അലൈഹ ദുനൂബ്. ഹൃദയങ്ങൾക്ക് ഒരാളുടെ ദോഷങ്ങൾ കണ്ടമാനം ദോഷങ്ങളായി വന്നാൽ ഹൃദയങ്ങളുടെ പ്രവർത്തനം ശരിക്കും നടക്കില്ല. ഹൃദയങ്ങൾ ദോഷങ്ങളെ കൊണ്ട് ആകെ അതിലുള്ള നൂറുൽ ബസീറ ഇല്ലാതെ ആയി പോവുക. ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായ നിരക്ക് നടക്കണമെങ്കിൽ ഈ മാംസം സംബന്ധമായ പ്രവർത്തനമല്ല കേട്ടോ. ഹൃദയത്തിന്റെ മതപരമായ വീക്ഷണത്തിലുള്ള ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അത് ദോഷങ്ങൾ കൂടാതെ, ദോഷങ്ങൾ ചെയ്ത് ഹൃദയം കറുത്തുപോയാൽ പിന്നെ ഹൃദയത്തിന്റെ ബസീറത്ത് ലഭ്യമല്ല. ആ പ്രകാശം നഷ്ടപ്പെട്ടു പോവുക. അപ്പോ ഈമാൻ അതിൽ പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. കുഫർ ഹൃദയത്തിനെ തൊട്ട് ഒഴിവാകാനും സാധ്യമല്ല. ഈമാൻ പ്രവേശിക്കാനുള്ള ആ സൗകര്യം നഷ്ടപ്പെടുകയും കുഫർ ഒഴിവാകാതെ അവിടെ തന്നെ കുടികൊള്ളുകയും ചെയ്യും. അതാണ്
ഈ ദോഷങ്ങൾ അധികരിച്ചു പോയാൽ അപ്പോൾ ഹൃദയം സീല് വെച്ച പോലെ ആയിത്തീർന്നു. അവരുടെ കേൾവിക്കും കാഴ്ചകൾക്കും കൊണ്ട് വിശാപത്തും മൂടിയുണ്ട്. ആ മൂടിയുണ്ടായാലും അത് പ്രവർത്തിക്കില്ല. വലഹും വേദാപും അതിന് കൊണ്ടിച്ച ശിക്ഷയുണ്ട്. ഹുദൻ, ഈ കേൾവിയും കാഴ്ചക്കും ഒക്കെ എങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സന്മാർഗം ഏതാണെന്ന് നോക്കി കാണാൻ കഴിയില്ല. അവർക്ക് കേട്ട് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം കേൾവി ശരിക്കും പ്രവർത്തിക്കുന്നില്ല. കേൾവി ഒക്കെ ശരിയാണ്. അതിന് പിന്നെ ഇത് മെഡിക്കൽ സംബന്ധമായിട്ട് യാതൊരു തകരാറുമില്ല. അത് ഇദ്രാക്ക് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അതൊക്കെ ഉള്ളതിനോട് കൂടെ തന്നെ ആ കേൾവിയും കാഴ്ചയും ഹൈറ് സ്വീകരിക്കുന്നതിനെ തൊട്ട് തടയപ്പെട്ട് കഴിഞ്ഞതാണ്. അതിനെ കേൾക്കാനോ സ്വീകാര്യോഗ്യമായ നിലക്ക് അത് കേൾക്കാനോ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കുണ്ട് പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ട്. രായണ്ടത്തെ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ശിക്ഷയാണ് അവർക്കുള്ളത്. അവരുടെ കുഫറും അവരെ തെറ്റ് ചെയ്യലും അള്ളാഹുവിന്റെ ആയത്തുകളെ ധിക്കരിക്കലും ഒക്കെ കൂടി ആയി വരുമ്പോൾ അതിന്റെ കാരണമായിട്ട് വമ്പിച്ച ശിക്ഷയാണ് അവർക്കുള്ളത്. ആ ശിക്ഷ ഒരിക്കലും ഇല്ലാതെയായി പോയില്ല, അല്ലെങ്കിൽ പിന്നെ നിന്നു പോകില്ല. അതാണ് പുറമ്പില്ലാഹത്തെ അതാബിൻ ശരീരത്തിലായണ്ടത്തെ മുറിഞ്ഞു പോവാത്ത ശിക്ഷയാണുള്ളത്. രണ്ടായത്തുകളാണ് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞത്. എട്ടാമത്തെ ആയത്ത്, ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ومن الناس ജനങ്ങളിലുണ്ട്, മൻ ഒരു സംഘം, ഒരു വിഭാഗം ആളുകൾ, യഖൂലു അവർ പറയും, ആമന്നാ ബില്ലാഹി അള്ളാഹുവിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിരി അന്ത്യദിനം കൊണ്ടും വിശ്വസിച്ചു ഞങ്ങൾ. വമാഹും ബി മോമിനീൻ എന്നാൽ അല്ല പറയണം, വമാഹും അവരല്ല ബി മോമിനീൻ യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചവരല്ല. മിനന്നാസി മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട്, മൻ ചിലര് യഖൂൽ അവർ പറയും ആമന്നാ ബില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് മനുഷ്യരിൽ. അവര് വബിൽ യൗമിൽ ആഖിരി അന്ത്യദിനം കൊണ്ടും വിശ്വസിച്ചു എന്ന് പറയും. എന്നാൽ വമാഹും ബി മുഅ്മിനീൻ യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചവരല്ല. അതിന്റെ തഫ്സീർ, മിനന്നാസി ഫരീഖുൻ മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട്, യഖൂലൂന ബി അൽസിനതിഹിം അവരുടെ നാവ് കൊണ്ട് അവർ പറയും, സദ്ദഖ്നാ ബില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വാസ്തവമാക്കി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. വബിമാ ഉൻസില അലാ റസൂലിഹി റസൂലിന് ഇറക്കപ്പെട്ടതായ ആയത്തുകളെ കൊണ്ടും ഖുർആൻ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മിനൽ ആയാത്തിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങള് അങ്ങനെയുള്ള ആയത്തുകളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. മാത്രമല്ല ബിൽ യൗമിൽ ആഖിരി അന്ത്യദിനം കൊണ്ടോ, അന്ത്യദിനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ബഅ്സ് നുശൂർ പുനർജന്മം, കാര്യമായിട്ടുള്ള പുനർജന്മം കൊണ്ടും വിശ്വസിച്ചു എന്ന് അവർ പറയും. പുനർജന്മം കൊണ്ട് അവർക്ക് വിശ്വാസമില്ല. വമാഹും അലൽ ഹഖീഖ അവര് യഥാർത്ഥത്തിൽ അവരല്ല മുഅ്മിനീങ്ങളല്ല, വിശ്വസിച്ചവരല്ല. ഇന്നഹും യഖൂലൂന ഖൗലൻ ദൂന ഇത്തിഖാദിൻ അവർ ഈ പറയുന്ന വാക്കുകളൊന്നും അവരുടെ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധമില്ല. അവര് ഈ വായ കൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ
ദൂന എത്തിക്കാതാണ്, വിശ്വാസവുമായിട്ട് യാതൊരു പങ്കുമില്ല. വക്കലാമൻ ദൂന തസ്ദീഖിൻ, ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു എന്നല്ലാതെ അത് സത്യസന്ധമായിട്ടോ ഉള്ള ഒരു വിശ്വാസത്തിലൂടെയുള്ള വാക്കുകളല്ല അതൊന്നും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് മൂന്നാമത്തെ ഒരു വിഭാഗമാണ്. ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവർ ആരാണ്? ഇവർ മുനാഫിക്കുകളാണ്. മുനാഫിക്കുകൾ അവര് ഹൃദയത്തിലുള്ളതിനെതിരായിട്ടാണ് വാക്കുകൾ ഉച്ചരിക്കുക. അപ്പോ അതിൻ്റെ പേരിൽ അവർ പറയുന്നതൊന്നും കണക്കിലെടുക്കാൻ പറ്റില്ല. അവരുടെ ഹൃദയത്തിലുള്ളത് ഒന്ന്, പുറത്തേക്ക് പറയുന്നത് മറ്റൊന്ന്. അങ്ങനെയാണ്. ഇതിന്റെ തഫ്സീറിൽ ഹുവൽ ഖിസ്മുൽ സാലിസ് ഹുമുല്ലദീന ആമനൂ ബി അഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ വായ കൊണ്ട് പറയുന്ന വാക്കുകളാണ്. അത് വായ കൊണ്ടാണ് അവർ വിശ്വസിച്ചെന്ന് പറയുന്നത്. വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ലതാണ്. അത് കാഫിരീങ്ങളിൽ ഏറ്റവും മോശമായ ആളുകളാണ്. വബഅദുഹും മിനല്ലാഹി, അല്ലാഹുവിന് തീരെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകളുമാണ്. അവര് കുഫിരിയത്തിന്, വഞ്ചനയും ഇസ്തിഹ്സാവും നിന്ദിക്കുക, പരിഹസിക്കുക, ഇതുമായി കൂട്ടിക്കലർത്തിയിട്ടാണ് അവരുടെ ഇതുള്ളത്. അതുകൊണ്ട് അവർ പറയുന്ന അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വാക്കുകൾ കൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. അപ്പൊ കുഫിരിയത്തിൽ അവര് വഞ്ചനയും പരിഹാസവും കൂടിക്കലർത്തിയിട്ടാണ്. ഇവരെ ഏറ്റവും വെറുക്കപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. കാരണം മുനാഫിക്കുകളാണ്. ഇവര് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താ? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഊൻ. യുഖാദിഊന അല്ലാഹ, ഇങ്ങനെ പറയുന്നത് ഇവർ ചെയ്യുന്ന കാര്യം യുഖാദിഊന അല്ലാഹ, അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്. അല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെയും വഞ്ചിക്കുകയാണ്. യുഖാദിഊന, അവർ വഞ്ചിക്കുന്നു അള്ളാഹുവിനെ. വല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെയും അവർ വഞ്ചിക്കുകയാണ്. വമാ യഖ്ദഊൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ വഞ്ചിക്കുന്നില്ല. ഇല്ലാ അൻഫുസഹും, അവരുടെ സ്വന്തത്തെ അല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല. അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെ അവർ വഞ്ചിക്കുക. അള്ളാഹുവിനെ വഞ്ചിക്കുക എന്നുള്ളത് അവർ ധരിച്ചു വെക്കുന്നതാണ്, മുഅ്മിനീങ്ങളെയൊക്കെ വഞ്ചിക്കുകയാണെന്നുള്ളത്. എന്നാൽ ഈ വഞ്ചിക്കുന്നതിന്റെ ഫലം എവിടേക്കാണ് പോകുന്നത്? അതിന്റെ അതുകൊണ്ടുള്ള നഷ്ടം അവരിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. യുഖാദിഊന അല്ലാഹ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, എന്നാൽ ഈ കാര്യം അവർക്ക് അറിയില്ല. വമാ യശ്ഉറൂൻ, അവരറിയില്ല. യഅമലൂന അമലൽ മുഖാദിഅ, ഒരു വഞ്ചകന്റെ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനമാണ് ഇവര് ചെയ്യുന്നത്. അതെങ്ങനെ? ബിദ്ഹാരിമ അദ്ഹറു, അവര് വെളിവാക്കിയ കാര്യങ്ങള് അവര് വെളിവാക്കുന്നത് നോക്കുമ്പോൾ അവര് മിനൽ ഈമാനി മാ ഇസ്റാറിയും അലൽ കുഫരി, കുഫിരിയത്തിൽ നിലകൊണ്ടുകൊണ്ട് ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്നുള്ള ജൽപ്പനമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പൊ അത് വലിയൊരു വഞ്ചനയാണ്. വഞ്ചിക്കുന്നവരുടെ പ്രവർത്തനമാണ് അവർ പ്രവർത്തിക്കുന്നത്. അവര് വിശ്വസിക്കുന്നത് ഏതാ? അവര് നേരെ എതിരായിട്ടുള്ള നിഫാഖാണ്. അവര് വിശ്വസിക്കുന്നില്ല, പക്ഷെ വിശ്വസിച്ചു എന്നവർ പറയാണ്. അപ്പൊ ഇവരുടെ ഈ വിശ്വാസം, മുനാഫിഖീങ്ങളുടെ അവരുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾക്കെതിരാവും. അവരുടെ രഹസ്യം പരസ്യത്തിനെതിരാവും. പരസ്യമായി പറയുന്നതും ചെയ്യുന്നതും വേറൊന്ന്, രഹസ്യമായിട്ട് അതിൻ്റെ എതിരല്ല പറയും. അവരുടെ വാക്കും പ്രവൃത്തിയും യോജിപ്പില്ല, അതെല്ലാം വൈരുദ്ധ്യമുള്ളതാവും. ഇങ്ങനെ ഈ മുനാഫിഖീങ്ങളുടെ ഈ വിശേഷണങ്ങൾ ഈ സൂറത്ത് മദനിയയിൽ
ആയിട്ട് അള്ളാഹു ഇറക്കി കൊടുക്കുവാൻ കാരണം എന്താ? മക്ക സൂറത്തിൽ, മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽ നിന്ന് നിഫാഖിന്റെ സിഫത്തുകളെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മദീനയിൽ അവതരിച്ച സൂറത്ത്, ഈ അൽ-ബഖറ സൂറത്ത് എന്ന് പറയുന്നത് മദീനയിൽ അവതരിച്ചതാണ്. അപ്പൊ അതിൽ ഈ നിഫാഖിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം മക്കയില് സൂറത്തിൽ നിഫാഖിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ആ കാലത്ത് നിഫാഖ് ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. ലമ്യക്കും ഫിഹ നിഫാഖില്ല അന്ന മക്ക ലമ്യക്കും ഫിഹ നിഫാഖും ബൽ കാന ഖിലാഫും. നിഫാഖ് മക്കയിലുള്ള കാലത്ത് നിഫാഖില്ല. അവിടെ അവര് ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു. കുഫ്രിയത്ത് മാത്രമായിരുന്നു, അവിടെ നിഫാഖ് ഉണ്ടായിരുന്നില്ല. ഇത് പരിഹസിക്കലും നിഫാഖും എല്ലാം കൂടിക്കലർത്തിയിട്ടുള്ള ഒരു കളിയാണ് ഇവരുടെ. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ മദീനയിലുള്ള മദനിയായ സൂറത്തുകളിൽ നിഫാഖിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഇല്ല അംഫുസഹും, ശരിയായ നിലക്ക് പറയുകയാണെങ്കിൽ അവര് വഞ്ചിക്കുന്നില്ല. ഇല്ല അംഫുസഹും, അവരുടെ ശരീരങ്ങളെ അല്ലാതെ, അവരുടെ സ്വന്തത്തെ അല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല. ഈ വഞ്ചനയുടെ ഫലം അവർക്ക് തന്നെ മടങ്ങുന്നു. അതുകൊണ്ട് എന്നാൽ ഈ കാര്യം അവര് മനസ്സിലാക്കുന്നില്ല. അന്ന വബാലാംദിയും ഇതവര് കാരണം അവരുടെ വിഡ്ഢിത്വത്തിന്റെ ചെയ്തികളെല്ലാം പരിപൂർണമായിരിക്കുകയാണ്. അവരുടെ പത്താമത്തെ ആയത്തിൽ ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദൻ വലഹും അദാബുൻ അലീം ബിമാ കാനൂ യക്ദിബൂൻ. പത്താമത്തെ ആയത്ത് ഫീ ഖുലൂബിഹിം മറദുൻ, എന്നാൽ അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറദ് എന്നൊരു തരം രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു, രോഗം എന്ന് പറഞ്ഞാൽ ശക്കും നിഫാഖുമാണ്. ശക്കും നിഫാഖും ഉള്ളത്. ഫീ ഖുലൂബിഹിം മറദും വനിഫാഖുൻ, ശക്കും വനിഫാഖുൻ. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ ശാരീരികമായ രോഗമല്ല, ദീനിലാണ്, ദീനിലുള്ള രോഗമാണ്. ദീനിലുള്ള രോഗം എന്ന് പറഞ്ഞാൽ ഈ ശക്കും നിഫാഖുമാണ്. കാപഢ്യവും സംശയരോഗവും കാപഢ്യവും ആണുള്ളത് അവർക്ക്. അപ്പൊ സാദഹുമുല്ലാഹു മറദൻ, അപ്പൊ അള്ളാഹു അവരുടെ ഈ രോഗത്തെ വർദ്ധിപ്പിക്കട്ടെ. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, വേദനാജനകമായ ശിക്ഷയുണ്ട്. വലഹും, അവർക്ക് ഉണ്ട് അദാബുൻ അലീമും, വേദനാജനകമായ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവര് തള്ളിപ്പറയുന്നത് കൊണ്ട്, അവര് ഇതിനെയും കളവാക്കുന്നത് കാരണമായിട്ട്. അപ്പോ ഈ ഖുലൂബിഹിം ശക്കും വനിഫാഖും ഫസാദഹുമുല്ലാഹു റിജ്സൻ ഫൗക റിജ്സിഹിം വദലാലൻ ഫൗക ദലാലത്തിഹിം വൽ ജുംലത്തു ദുആഇയ്യ. ഈ ജുംല ദുആഇയാണ്, പ്രാർത്ഥനയുടെ സ്ഥാനത്തുള്ള വാചകമാണ് ഈ പറഞ്ഞത്. അപ്പോ ഫീ ഖുലൂബിഹിം മറദുൻ, അവർക്ക് രോഗം, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദൻ, ആ രോഗത്തെ അല്ലാഹു ജാസ്തിയാക്കി കൊടുക്കട്ടെ എന്നാണ് മീനിങ്. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. ഫസാദഹുമുല്ലാഹു റിജ്സൻ ഫൗക റിജ്സിഹിം വദലാലൻ ഫൗക ദലാലിഹിം വൽ ജുംലത്തു ദുആഇയ്യ. ഖാല ഇബ്നു അസ്ലം ഹദാ മർദുൻ ഫിദ്ദീൻ, ഈ രോഗം ദീനിൽപ്പെട്ട മർദാണ്. വലൈസ മർദൻ ഫിൽ ജസദി, ശരീരത്തിലുള്ള രോഗത്തെ പറ്റിയല്ല ഈ പറഞ്ഞത്. ഈ രോഗം ദീനിലുള്ള രോഗമാണ്. വഹുവ അശ്ശക്കുല്ലദീ ദഖലഹും ഫിൽ ഇസ്ലാം, ഈ രോഗം എന്ന് പറഞ്ഞത് അവർക്കുള്ള ഈ ശക്ക്, അതായത് ഇസ്ലാം ദീനിനെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയതായ സംശയം, ആ സംശയമാണ് ഈ രോഗം എന്ന് പറയുന്നത്. അവര്
വലഹും അദാബും മൂലിമും ബിസബബി വലഹും അദാബും മൂലിമുൻ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ദഅവൽ-ഈമാനി വസ്തിഹ്സാഇഹിം ഈ ആയാത്തിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക, അവർ മോമിനീങ്ങളാണെന്നുള്ള ഈ ഇദ്യാവും കൂടി ഉണ്ടാവുക. അപ്പം അതൊക്കെ എല്ലാം കാരണമായിട്ട് ഇവർക്ക് വമ്പിച്ച ശിക്ഷ ആഖിറത്തിൽ കിട്ടാനിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അല്ലാഹു തആല ثم شرع تعالى في قضائهم وأحوالهم الشنيعة فقال ഏറ്റവും നിന്ദ്യമായ അവരുടെ സ്ഥിതിഗതികളും മോശമായ അവരുടെ പ്രവൃത്തികളെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. 11-ാമത്തെ ആയത്ത് മുതൽക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് എടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സാധാരണ പോലെ ഇവിടെയും പറയുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അള്ളാഹു നമ്മളുടെ സദുദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.